ചില അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM പുതിയൊരു സ്ട്രാറ്റജി ഉപയോഗിക്കാനുള്ളൊരു പ്ലാനിങ്ങിലൂടെയാണ് പോകുന്നത്. കാരണം ഇപ്പോഴുള്ള നേതാക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ തർക്കവും വിഷയങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. പഴയ നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നവരെ തഴഞ്ഞൊരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. പക്ഷെ ഇന്ന് അവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പണി CPM എടുത്തു വരുന്നുണ്ട്. ഇത് CPMന് ഗുണം ചെയ്യുമോ? അതായത് രാഹുലെ, ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ CPMൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ജനപ്രിയരെ അവർക്ക് ഇഷ്ടമല്ല. ആദ്യം അവർ വെട്ടുന്നത് KR ഗൗരിയാണ്. ഓർമ്മയുണ്ടോ? കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ടാഗ് ലൈൻ വെച്ചത്, അല്ലേ? അതിനെ അന്ന് വെട്ടിയതിൽ മരണപ്പെട്ടു പോയവർ മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ വരെയുണ്ട്. അത് ഞാൻ പറയുന്നില്ല. എനിക്ക് മരണപ്പെട്ടു പോയവരോടുള്ള ആദരവ് കാരണമാണ്, CPM നേതാക്കളോടുള്ള ആദരവുണ്ട്. നമുക്ക് ചിലരേക്ക് ഇഷ്ടമാണ്. അവരൊക്കെ കൂടെ കളിച്ചാണ് ഗൗരിയമ്മയെ വെട്ടിയത്. MBR വെട്ടിയത് അറിയാമല്ലോ. MBR എങ്ങനെ 986 അദ്ദേഹം ബദൽ രേഖ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്തൊരു കാരണം, അന്ന് ഭരണം കിട്ടാതിരുന്നാൽ ഭരണം എങ്ങനെ കിട്ടും, ലീഗുമായി ചേർന്ന് നമുക്ക് ഭരണം പിടിക്കാം എന്നൊരു പോയിന്റ് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ആ ബദൽ രേഖ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്കെടുത്തതല്ല തീരുമാനം. ആ തീരുമാനം എടുത്തത് EK നായനാർ, തലമുതിർന്ന പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ. ഒരു പാർട്ടി സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും കൂടെ ആലോചിച്ചിട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിനെ പുറത്താക്കി. അങ്ങനെ നമ്മളിങ്ങനെ എണ്ണം പറഞ്ഞു വരുമ്പോൾ ജനപ്രിയരായിട്ടുള്ളവരെല്ലാം കോർണർ ചെയ്യുക ഇവരുടെ ഒരു പതിവ് പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലയളവ് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് G സുധാകരനെ ഇവർ ഒതുക്കി, ഐസക്കിനെ ഒതുക്കി, അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്തിന് ശൈലജ ടീച്ചറിനെ വരെ ഇവർ ഒതുക്കി. അപ്പോൾ ഇങ്ങനെ ഒതുക്കിയവരെയൊക്കെ തന്നെ അത് കൃത്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. വയസ്സിൻ്റെ, അതായത് ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വയസ്സിൻ്റെ ഇതിന് മുമ്പത്തെ സംസ്ഥാന സമ്മേളനത്തിലാണെന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് കറക്റ്റ്, എനിക്കതിൽ ആ കറക്റ്റ് ഏത് സംസ്ഥാന സമ്മേളനം എനിക്ക് ഓർമ്മയില്ല. ഇത് കഴിഞ്ഞാണെന്നാണ് എൻ്റെ വിശ്വാസം. കൊല്ലമാണോ എറണാകുളം എന്നറിയില്ല. ഈ വയസ്സിൻ്റെ പരിധി 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മൂലക്കിരുന്നുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന സുധാകരനെ ഇവർ വെട്ടുന്നത്. സുധാകരൻ അതായത് ഈ തലപ്പൊക്കമുള്ള നേതാക്കളെ എല്ലാം ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു വിഭാഗം മാത്രമായി കയറി വരുന്നു. അതിലും ഈ പറയുന്ന പോലെ ഒരു നാഥൻ ഉണ്ട്. ആ നാഥനെ എല്ലാവർക്കും അറിയാം. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ തിക്താനുഭവം ഉണ്ടായിക്കൊണ്ടുവരിക. ഈ നാഥന്മാരെല്ലാം പണി കൊടുക്കുമെന്നുള്ള ഒരു തിരിച്ചറിവാണോ യഥാർത്ഥത്തിൽ CPMനെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിപ്പിക്കുന്നത്? അതായത് രാഹുലെ, നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു തന്നെ ഈ നാഥന്മാർ ഇപ്പം അഭിനവ നാഥന്മാരായിട്ട് ചിലರಿಗೆ കയറി വരും. ഈ അഭിനവ നാഥന്മാരെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. എല്ലാം വെറും പതിരുകളാണ്, കള്ള നാണയങ്ങളാണ്. ശരിക്കും എന്തെങ്കിലും കൃത്യമായി ചെയ്യുന്നവരെ കോർണർ ചെയ്ത് മാറ്റും. എന്നിട്ട് പിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവസാന അടവ് നയം അവരുടെ അടുത്ത് പോയി സംസാരിക്കും. ഇപ്പം സുധാകരൻ കോൺഗ്രസിലേക്ക് പോയി, കോൺഗ്രസിൽ പോയി. ഇത് ഇവർ നടത്തുന്നൊരു പരീക്ഷണമാണ്. സുധാകരൻ പോകുമോ? അവിടെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ട് സുധാകരൻ നിന്നത്. ഐസക്കിനെ എത്രത്തോളം ഒതുക്കാമോ അത്രത്തോളം ഒതുക്കി. എങ്കിലും ഐസക്കിനെ ഒരുവിധം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസക്കിനെയും സുധാകരനെയും കൊണ്ടുവരാൻ നോക്കുന്നു. സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്, നിങ്ങൾക്കറിയാം. സുരേഷ് കുറുപ്പ് ചെയ്ത ഏക അപരാധം അദ്ദേഹം ഇടുന്ന ഷർട്ടുകൾ ഇത്തിരി കൂടിയ വിലയുള്ള ഷർട്ടുകളാണ്. അത് മാത്രമേ ഉള്ളൂ ഇവർ നോക്കുന്നത്. അന്ന് കണ്ടുപിടിച്ച ഏക തെറ്റതാണ് അദ്ദേഹം ഇടുന്ന അന്ന് DHന്റെ ഷർട്ടൊക്കെ വലുതാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, ഇന്നൊക്കെ വെറും നിസ്സാരമാണ് DHന്റെ ഷർട്ടൊക്കെ. DHന്റെ ഷർട്ട്, ലിനൻ ഷർട്ട്, അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള കൂടിയ ഷർട്ടൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് പിടിക്കുന്നില്ല ആർക്കും. അങ്ങനെയാണ് കേട്ട ചിരി വരും. അങ്ങനെയാണ് സുരേഷ് കുറുപ്പിനെ മാറ്റിയിട്ട് തമാശയ്ക്ക് പറയുന്നത്. അപ്പോൾ സുരേഷ് കുറുപ്പ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരുന്നു, സുധാകരൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരുന്നു, ആഞ്ചലോസ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പം ജനപ്രിയർ എന്ന് പറയുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാനൊരു ഉദാഹരണം ചോദിക്കാം. ഒരു സ്ഥാനാർത്ഥിയായി ഒരാളെ നിശ്ചയിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ജനപ്രിയത എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്, അല്ലേ? ആ ജനപ്രിയതയാണ് അയാളെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെ അമ്മമാർ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയമില്ലാത്ത പെങ്ങന്മാർ, ഇവരൊക്കെ നമ്മുടെ മക്കളായിരുന്നാൽ തന്നെ അവർക്ക് അയാൾ കൊള്ളാം, അയാളുടെ പെരുമാറ്റം നല്ലതാണ് എന്ന് ഒരു വായിച്ചറിവും അവർ കേട്ട അറിവുമാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ഇവർക്ക് പിടിക്കത്തില്ല. അല്ല, രാഷ്ട്രീയപരമായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്ന ഒരു പറ്റം നേതാക്കന്മാരെ, അതായത് 75 കഴിഞ്ഞതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട നേതാക്കന്മാരെ, രണ്ടാം ടേമിൽ മത്സരിക്കാൻ അവസരം കൊടുക്കാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട നേതാക്കന്മാരെ CPM മത്സരിച്ചു കഴിഞ്ഞാൽ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമോ? മൂന്നാം പിണറായി സർക്കാരല്ല ഇപ്പോൾ അവരവിടെ നോക്കുന്നത്. കനകോലു പറഞ്ഞു കഴിഞ്ഞു 50-50 ചാൻസ് ആണെന്ന്. അപ്പോൾ നാണം കെടാതെ കുറച്ച് സീറ്റ് പിടിക്കണ്ടേ? കാര്യം ഭരണത്തിരുന്ന പാർട്ടിയല്ലേ. ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ
നാണം കെടാതിരിക്കട്ടെ, സഭയ്ക്കുള്ളിൽ ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റണ്ടേ, മിനിമം ഒരു 50 സീറ്റെങ്കിലും വേണ്ടേ? അതിനാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, മത്സരിച്ചവർ തന്നെ മത്സരിക്കട്ടെ. ആന്റി ഇൻകംബൻസി 50 സീറ്റിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടത്തില്ലേ? 50 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴേക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സംഘടനാ ശക്തി എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയ്ക്ക് അവകാശപ്പെടാനില്ല. രാഹുലെ, എത്ര സംഘടനാ ശക്തി എന്ന് പറഞ്ഞിരുന്നാലും സാധാരണ പാർട്ടി പ്രവർത്തകരോട് നിങ്ങൾ ആത്മഗതം സംസാരിച്ചു പോകണം. അവർ പറയും, ഞങ്ങൾ ഇത്തവണ ചിലപ്പോൾ നോട്ടൊക്കെ വോട്ട് ചെയ്യുള്ളൂ, വേറെ കുത്തിയാലേ വിഷയമുള്ളൂ, ഞങ്ങൾ നോട്ടൊക്കെ വോട്ട് ചെയ്യും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് വോട്ടിംഗ് ബൂത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കുത്തിയേ പറ്റത്തുള്ളൂ. അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ ആ കാലമൊക്കെ പോയി എന്ന് നമ്മൾ പറയുമ്പോഴും മാനസികമായിട്ട് ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സംഘടനയോടും പാർട്ടിയോടും സ്നേഹമുള്ള ഒരു പറ്റം മനുഷ്യരുണ്ട്. ഒരിക്കലും ഇല്ല രാഹുൽ, അത് അങ്ങനെ പറയരുത്. കാര്യം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഒരു വേള അദ്ദേഹം ഈ പറയുന്ന പോലെ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെല്ലാം വ്യക്തമായ രാഷ്ട്രീയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യില്ല. മാധ്യമപ്രവർത്തകരായിരുന്നു, നമ്മൾക്കൊരു രാഷ്ട്രീയമുണ്ട്. അയാളങ്ങ് തർപ്പിച്ച് പറഞ്ഞു, ഞാൻ ഇത്തവണ എന്തായാലും വോട്ട് ചെയ്യുന്നില്ല, ഈ പാർട്ടിക്ക് ഞാൻ വോട്ട് കൊടുക്കില്ല. അപ്പോൾ ഇവരെല്ലാം കൂടെ നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾക്കൊരു വിലയുണ്ട്. അപ്പോൾ കുമ്മനം രാജശേഖരൻ അന്ന് ഞങ്ങളുടെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന സമയമാണ്. എൻ്റെയും കൂടെ സുഹൃത്താണ് ഇങ്ങേര്. അപ്പോൾ ഈ കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കറകളഞ്ഞ RSSകാരനാണ്, അവിവാഹിതനാണ്, ഏറ്റവും നല്ലൊരു പാർട്ടിക്കാരനാണ്. അവൻ പറഞ്ഞു, ഈ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു, എന്തായാലും ഞാൻ പാർട്ടിക്കാരൻ അനുഭാവിയൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ ഞാൻ ഇത്തവണ കുമ്മനത്തിന് കുത്തും. ഇവരെത്ര ബ്രെയിൻ വാഷ് ചെയ്തിട്ടും വോട്ട് ഡേറ്റ് കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് ഇവർ സംസാരിച്ചു, ചോദിച്ചപ്പോൾ അവൻ മിണ്ടിയില്ല, ആ സുഹൃത്ത് മിണ്ടിയില്ല. പക്ഷെ അവൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളത് പറഞ്ഞ് ജീവിതത്തിൽ ആദ്യമായി അയാൾ താമരയ്ക്ക് കുത്തി. ആർക്ക്? കുമ്മനത്തിന് കുത്തി. കുമ്മന അത്തവണ അവിടെ എൻ്റെ നാട്ടിൽ അന്ന് ചെറിയാൻ ഫിലിപ്പോ ആരോ ആയിരുന്നു സ്ഥാനാർത്ഥി. അപ്പം ഞാൻ പറയുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഇഷ്ടമുണ്ട്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാലും കോൺഗ്രസ്സുകാരനായാലും രാഷ്ട്രീയത്തിന് അതീതമായ ഇഷ്ടവും, ചിലപ്പോൾ ഈ പറയുന്ന എത്ര കരുവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തുന്ന ആളായിരുന്നാലും അത്ര വെറുത്തുപോയി രാഹുൽ. അല്ല, ജേർണലിസം ഒക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ കടന്നു ചിന്തിക്കാനും മാറ്റി കൊടുക്കാനുമുള്ള ചിന്താഗതികൾ ഉണ്ടാവും. പക്ഷെ അതൊന്നുമില്ലാത്ത സാധാരണപ്പെട്ട കൂലിവേല ചെയ്ത് ജീവിക്കുന്ന, അന്നത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിയാണ്. പാർട്ടി കാലമൊക്കെ പോയി, ഇപ്പൊ മധ്യവർഗത്തിന്റെ നാടാണ് നമ്മുടെ. അല്ല, ഇപ്പോഴും അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. പക്ഷെ അരിവാളും ചുറ്റികയും കണ്ടാലൊന്നും ഇപ്പോഴങ്ങനെ ചാടി വീഴയൊന്നുമില്ല. ആ കാലമൊക്കെ പോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ സോക്കോൾഡ് നേതാക്കളെയൊക്കെ അങ്ങ് പൂജിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ സോക്കോൾഡ് നേതാക്കൾ കാണിച്ചു വെക്കുന്ന ചെയ്ത്തുകളാണ് ഈ കാണുന്നത്. നേതാക്കന്മാർക്കപ്പുറത്തേക്ക് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു മറ്റു ആളുകൾ. ആ കാലം പോയി, അന്തംകമ്മികളുടെ കാലം പോയി. അന്തംകമ്മികൾ ഇനി ഇല്ല. ആ കാലം പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, ഒരു 50 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, 75 വയസ്സിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞൊരു കാരണം പറഞ്ഞു. എന്നിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഹീനമായ രീതിയിൽ പിന്നെ ഈ പറയുന്ന H സലാം ഉൾപ്പെടെയുള്ളവർ ചീത്ത വിളിച്ചൊരു നേതാവാണ് ഈ പറയുന്ന സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ എന്ന നേതാവിന്റെ പെട്ടി തൂക്കി നടന്ന ആളാണ് ഈ സജി ചെറിയാൻ. എന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പോയി കണ്ട് സംസാരിച്ചില്ലേ? അതേ ഇലക്ഷന് മത്സരിക്കോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ആലപ്പുഴയിലെ കാര്യങ്ങൾ അദ്ദേഹം നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ലേ? ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അന്ന് നമ്മുടെ നേതാവായിരുന്ന ജീവിച്ചിരുന്ന VS അച്യുതാനന്ദനെ അവഹേളിച്ച് ഇറക്കി വിട്ട പാർട്ടിയാണ് ഈ പാർട്ടി. അദ്ദേഹം ഒരു വേള കണ്ണൂർ പാർട്ടി ഓഫീസിലേക്ക് വരുമ്പോൾ അദ്ദേഹം കാണക്കൊണ്ട് മൽമൽ മുണ്ടും, തമാശയൊക്കെ ഞാൻ പറഞ്ഞു, വെള്ളമുണ്ടും വെള്ളം ഉടുപ്പിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് തന്നെ വിളിക്കോ എന്ന് നോക്കി നിന്ന മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ നമ്മൾ കണ്ടതാണ്. അതായത് ഈ പാർട്ടിക്ക് ജനപ്രിയത സഹിക്കാൻ കഴിയില്ല. ഒരു സുരേഷ് കുറുപ്പോ, നിങ്ങൾക്കറിയോ ആലപ്പുഴയിൽ TJ ആഞ്ചലോസ് എന്ന് പറഞ്ഞൊരു മത്സ്യത്തൊഴിലാളി നേതാവ് ഉണ്ടായിരുന്നു. TJ ആഞ്ചലോസ് എൻ്റെ ചെറുപ്പകാലത്ത് ആഞ്ചലോസിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കണ്ടിട്ടുള്ള ഒരു നേതാവാണ്. ഈ ആഞ്ചലോസിനെ ഇവരെല്ലാം കൂടെ എന്താക്കി? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? VSനെ തോപ്പിച്ച നാടാണ് ആലപ്പുഴ. ഈ ആഞ്ചലോസ് ഇന്ന് CPIയിൽ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ, ഇവർ കരുതുന്ന പോലെ ഇവരുടെ അടവ് നയങ്ങൾ ഇനി നടക്കില്ല. ഇവരുടെ അടവ് നയങ്ങൾ ഇനി വിലപ്പോവില്ല. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMന് പഴയ നേതാക്കന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിജയിക്കാൻ കഴിയില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. അത് രാഹുൽ പറഞ്ഞ കുറെ പോയിന്റുകൾ ശരിയാണ്. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അരിവാളും ചുറ്റികയും നക്ഷത്രവും കാണുമ്പോൾ കൈ പോയിരുന്നൊരു കാലം, അങ്ങനെ പോയിരുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർ മാറി ചിന്തിക്കും. കാരണം അത്ര കണ്ട് പാർലമെന്ററി തലത്തിൽ ഈ നേതാക്കൾ മാറുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ന് വരെ ചെയ്യാത്ത ആ ചെയ്ത്തുകളല്ലേ ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും പിണറായിയെ പറയുകയാണ് എന്ന് ധരിക്കരുത്. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പാർട്ടിയാണ് ഒരു ഭരണാധികാരി നിശ്ചയിക്കുന്നത്.
പിന്നീട് അദ്ദേഹം ഒരു ഏകാധിപതിയായി തീർന്ന സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നീണ്ട 10 കൊല്ലം ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മാറ്റം, MP രാജേഷിന് വന്ന മാറ്റം, P രാജീവിന് വന്ന മാറ്റം, അതെപ്പോഴും അങ്ങനെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ ഏറി കഴിയുമ്പോൾ അവർ പിന്നെ ഒന്നും കാണില്ല, അണികളെ കാണില്ല, ജനത്തെ കാണില്ല, സമൂഹത്തെ കാണില്ല, അവർക്ക് കണ്ണിൽ ഇരുട്ട് വേറും. അത് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ AKG പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാർലമെന്റ് തലത്തിലേക്ക് പോകുമ്പോഴും സംഘടനയെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. ഇന്ന് ആരുണ്ട് സംഘടനയെ കൊണ്ടുപോകാൻ? ഇപ്പൊ ലേലു പറയാൻ പോകാൻ ഏതെങ്കിലും ബ്രാഞ്ച് അംഗം ഉണ്ടോ? ഇവരെല്ലാം കാണിച്ചു വെച്ചിട്ട് അന്ന് യുവതികൾ കയറിയപ്പോഴത്തേക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ വരെ കൊടിയേരി ബാലകൃഷ്ണൻ വന്നു കണ്ണിപ്പൊടിയാനായിട്ട് ലേലു പറയാൻ. ഇപ്പോൾ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് ലേലു പറയാൻ. ഇനി ഇവരിനി അടുത്ത ലേലു പറയാൻ പോകണം. എന്തിനെന്നറിയാമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ ധാർഷ്ട്യം കാണിച്ചു പോയി. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഈ പാർട്ടിക്ക് ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് തോൽവി ഉണ്ടായത് എന്ന് ലേലു പറയേണ്ടി വരും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഏറ്റവും കുറഞ്ഞൊരു ഭൂരിപക്ഷത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് രണ്ടാമത് മത്സരിച്ച MLA രണ്ടാമത് ടേം ആയിരുന്നാലും ഒരിക്കൽ കൂടെ മത്സരിക്കട്ടെ എന്ന് ബുദ്ധിപരമായിട്ട് ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. കാരണം നാണം കെടാതിരിക്കാൻ ഒരു 50 സീറ്റ്, അതിനപ്പുറം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.